യുദ്ധത്തിന് പോയി താരകാസുരന്റെ ആദ്യം താരകാസുരനെയാണ് നിഗ്രഹിക്കുന്നത്. താരകാസുരനുമായിട്ടുള്ള യുദ്ധം നടക്കും. അപ്പോൾ താരകാസുരനുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഈ ബാക്കി രണ്ടുപേർക്കും കുറച്ചൊരു ധാരണയുണ്ട് സഹോദരങ്ങൾക്ക്. കാരണം ഇത് അത്ര ഗുണം ചെയ്യില്ല നമുക്ക്. അപ്പൊ ദേവന്മാരെ മുഴുവനും അടിമകളാക്കി വെച്ചിട്ടുണ്ട്, സേവകരാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ദൂതനെയൊക്കെ അയക്കുന്നുണ്ട്, പിന്നെ ദേവന്മാരെ മോചിപ്പിക്കുക, യുദ്ധം വേണ്ട, യുദ്ധം ഒഴിവാക്കാനായിട്ട് ദേവന്മാരെ മോചിപ്പിക്കുകയാണെങ്കിൽ യുദ്ധം വേണ്ട എന്നൊക്കെ. പക്ഷെ അതിനൊന്നും താരകാസുരൻ തയ്യാറല്ല. കാരണം ഞാനാണ്, അല്ലെങ്കിലും കുറച്ചൊരു ശക്തി വരുമ്പോഴേക്കും മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്. കുറച്ചൊരു ധനസ്ഥിതി വരുമ്പം, അല്ലെങ്കിൽ കുറച്ചൊരു സ്ഥാനം ലഭിക്കുമ്പോൾ, കുറച്ചൊരു ആരോഗ്യം കൂടുതൽ തോന്നുന്ന സമയത്ത് ഞാനാണ് ഏറ്റവും കേമൻ എന്ന ഒരു ധാരണ, ആ ഒരു അസുരീയ ശക്തി നമ്മളിലേക്ക് കയറി വരുന്നതാണ്. അത് തന്നെയാണ്. അപ്പോ താരകാസുരൻ വിട്ടുകൊടുക്കില്ല, ദേവന്മാരെ വിട്ടുകൊടുക്കില്ല. അങ്ങനെയാണ് യുദ്ധം നടക്കുന്നത്. താരകാസുരനെ വധിക്കും. അപ്പൊ ആ സമയത്ത് തന്നെ ഈ സിംഹമുഖനും അറിയാം, അതേപോലെ തന്നെ അദ്ദേഹത്തിനും അറിയാം ഇത് അത്ര സുഖകരമായിട്ടുള്ള സംഗതിയല്ല, ദേവന്മാരെ വിട്ടുകൊടുത്താലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോ രണ്ടാമത്തെ ഈ സിംഹമുഖനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ സിംഹമുഖനുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ അപ്പോ ഇവര് പക്ഷേ യുദ്ധം വേണ്ടെന്ന് വെക്കണില്ല. കാരണം ജ്യേഷ്ഠൻ പറയുന്നുണ്ട്, ഈ പിന്നെ ശൂരപത്മാസുരൻ എന്ന് പറയുന്ന കക്ഷി വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ല. ചില സമയത്തൊരു തോന്നൽ വരുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ പിന്നെ അനുജനും ജ്യേഷ്ഠനും ഒക്കെ യുദ്ധത്തിന് തയ്യാറാവുകയാണ്. അങ്ങനെ ഇവര് യുദ്ധം ചെയ്തു. പിന്നെ ഈ സിംഹമുഖന്റെ ആസുരീയ ശക്തികളെ മുഴുവനും ഇല്ലായ്മ ചെയ്തു. ആ സമയത്ത് അദ്ദേഹം സ്കന്ദന്റെ കാൽക്കൽ വീണ് എന്നോട് ക്ഷമിക്കണം, എന്നെ വധിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപേക്ഷിക്കുമ്പോ പറയും, ഇനി അത് സാധ്യമല്ല, നിനക്കുള്ള അവസരമൊക്കെ കഴിഞ്ഞു പോയി, ഇനി അത് സാധ്യമല്ല. പക്ഷെ നീ എന്നെ ആശ്രയം പ്രാപിച്ചു എന്നുള്ളത് കൊണ്ട് അടുത്ത ജന്മത്തില്, അതായത് പുനർജന്മത്തില് നീ പരദേവതയുടെ അല്ലെങ്കിൽ പരാശക്തിയുടെ വാഹനമായിട്ട് അതിനുള്ള ഭാഗ്യം നിനക്കുണ്ടാകും. അങ്ങനെയാണ് സിംഹാരൂഢയായിട്ടുള്ള പരാശക്തിയെ നമ്മൾ കാണുന്നത്. പരാശക്തിയുടെ വാഹനമായിട്ടുള്ള സിംഹം ഈ പറഞ്ഞ താരകാസുരന്റെ സഹോദരന്റെ പുനരവതാരം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഒരു ദൈവികാംശം, കാരണം അസുരീയത മുഴുവനും സ്കന്ദൻ ഇല്ലായ്മ ചെയ്തിട്ട് അതിന്റെ, അല്ലെങ്കിൽ ഭഗവാന്റെ കൈകൊണ്ട് ഒരു വധം, എന്തായാലും അസ്പർശം കിട്ടിയപ്പോ മോക്ഷമാണ്. അപ്പൊ അങ്ങനെയാണ് പരാശക്തിയുടെ വാഹനമായിട്ട് ഈ സിംഹം വരുന്നത്. അങ്ങനെ ഒരു കഥ. പിന്നെ ഇനി ബാക്കിയുള്ളത് ഈ ശൂരപത്മാസുരനാണ്. അപ്പോ ശൂരപത്മാസുരനുമായിട്ട് യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധം പക്ഷേ 6 ദിവസങ്ങളോളം നീണ്ടു നിന്നു. അതിന്റെ ഇടയിൽ ഈ ശൂരപത്മാസുരൻ പല മായാവിദ്യകളും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. പല മായാവിദ്യകളും കാണിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ പാശുപതാസ്ത്രം ഉപയോഗിച്ചിട്ട് ദേവന്മാരെ മുഴുവനും ബന്ധിച്ച് ഏതാണ്ട് ഒരു പന്ത് രൂപത്തിലാക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് ദേവന്മാരെ ഈ സ്കന്ദൻ രക്ഷിച്ചു. ഈ പാശുപതാസ്ത്രം കയറ് കൊണ്ട് വരിഞ്ഞ രീതിയിലാണ്. അപ്പൊ അതൊക്കെ ആ ബന്ധനം മുഴുവൻ മോചിപ്പിച്ച് ദേവന്മാരെ മുഴുവനും മോചിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സ്കന്ദൻ. എന്നിട്ട് ഈ പിന്നെ ശൂരപത്മാസുരനുമായിട്ടുള്ള യുദ്ധത്തിന്റെ ഇടയിൽ ഒരുപാട് മായാജാലങ്ങൾ കാണിക്കും. വലിയ സ്കന്ദൻ എന്ന് പറയുന്നത് ചെറിയ കുട്ടിയാണ്, വളരെ കുഞ്ഞു കുട്ടിയാണ്. അപ്പൊ വലിയൊരു രഥം, മായാവിദ്യ കൊണ്ട് രഥത്തെ ഉണ്ടാക്കിയിട്ട് ആ രഥത്തിൽ കയറി മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയിട്ട് മുഴുവനും ഈ പ്രപഞ്ചത്തെ മുഴുവൻ അപ്രത്യക്ഷമാക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ ദേവസൈന്യങ്ങളെ ഒന്നും കാണുന്നില്ല, അസുരന്മാരെ ഒന്നും കാണുന്നില്ല, എല്ലാം ശൂന്യമായി പോയി. അപ്പോഴേക്കും പാർവതി ദേവിക്ക് ആകെ പരിഭ്രമായി. എന്റെ കുട്ടി, കുഞ്ഞു കുട്ടിയല്ലോ, അമ്മയെ സംബന്ധിച്ച് എത്ര ശക്തി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഞ്ഞുകുട്ടിയാണ്. അപ്പൊ അയ്യോ, എന്റെ മകനെ കാണാതെയായി, എന്താ ചെയ്യുക? ഇനി ആകെ പരിഭ്രമായി ദേവിക്ക്. ദേവി എന്നിട്ട് മഹാദേവനോട് ചോദിക്കും, എന്താ ചെയ്യാ? കുഞ്ഞിനെ കാണാനില്ല. അപ്പോ കുഞ്ഞിന്റെ ശക്തിയോ അതൊന്നും ദേവിക്ക് അതൊന്നും വിഷയമല്ല, എന്റെ കുഞ്ഞിനെ കാണാനില്ല, അത് മാത്രമേ ഉള്ളൂ. മഹാദേവൻ പറയും, ഒരു കാര്യം ചെയ്യൂ, ഇനിയിപ്പോ യുദ്ധം അവസാനിക്കുന്നത് വരെ ദേവി നമുക്ക് ദേവന്മാരെ എല്ലാം, കാരണം ദേവന്മാരുടെ കൂടി ആവശ്യമാണ് ഈ അസുര നിഗ്രഹം എന്ന് പറയുന്നത്. ദേവന്മാരെ മുഴുവൻ തന്റെ കാൽക്കീഴിൽ നിർത്തിയിരിക്കുകയല്ലേ, അവരുടെ മോചനത്തിനാണല്ലോ ഈ പ്രയത്നം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ മുഴുവൻ ദേവന്മാരെയും കൂടെ കൂടിയിട്ട് നമുക്ക് വ്രതമിരിക്കാം, ദേവി വ്രതമിരിക്കും
ഇനി അത് മാത്രമേ വഴിയുള്ളൂ. ഭഗവാനെ, അതായത് പരമ്പൊരുളിനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഏകാഗ്രമായിട്ട് ഭക്ഷണങ്ങളെല്ലാം ഉപേക്ഷിച്ച് വ്രതമിരിക്കൂ എന്ന് പറയും. അങ്ങനെ പാർവതീദേവിയും എല്ലാ ദേവന്മാരും ഈ അസുര നിഗ്രഹം വരുന്നത് വരെയും വ്രതം ഇരുന്നു ഭക്ഷണപാനീയങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഭഗവാനെ മാത്രം ആ പരമമായിട്ടുള്ള ആ ചൈതന്യത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ട് വ്രതമിരുന്നു. 6ാമത്തെ ദിവസം മധ്യാഹ്നത്തോട് കൂടിയിട്ട് ഈ ശൂരപത്മാസുരനെ ഭഗവാൻ നിഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശൂരപത്മാസുരനെ നിഗ്രഹിച്ചു കഴിഞ്ഞിട്ട് ദേവന്മാര് മുഴുവൻ മോചിതരായി, ദേവലോകം വീണ്ടും തിരിച്ചു കിട്ടി, എല്ലാവരും സന്തുഷ്ടചിത്തരായി. അവർ ആ വിജയത്തെ, സ്കന്ദന്റെ വിജയത്തെ ആഘോഷിച്ചു. അത് വ്രതം അവസാനിപ്പിച്ചു. പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കുന്നത് എല്ലാ വിഭവങ്ങളോടും കൂടിയിട്ടുള്ള അമൃതത്തെ ആസ്വദിച്ചു. അപ്പോ ഈ 6 ദിവസത്തെ വ്രതം, 6 ദിവസമാണ് ഈ അസുര നിഗ്രഹത്തിനെടുത്തത്, ശൂരപത്മാസുരന്റെ നിഗ്രഹത്തിനെടുത്തത്. അങ്ങനെ 6 ദിവസത്തെ ഇവരെ ഒരു ഭാഗത്ത് കഠിനമായിട്ടുള്ള വ്രതം നടക്കുന്നു, മറ്റേ ഭാഗത്ത് യുദ്ധവും നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ശക്തി, അല്ലെങ്കിൽ എല്ലാ ദേവന്മാരുടെയും ശക്തി സ്കന്ദനുണ്ട്. കൂടാതെ ഈ ഇവരുടെ വ്രതത്തിന്റെ ആ ഫലം മുഴുവനും സ്കന്ദന് ലഭിക്കുകയും ചെയ്തു. തിരിച്ച് സ്കന്ദന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് എല്ലാവർക്കും സിദ്ധിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ പാർവതീദേവിയും ദേവന്മാരും ഉൾപ്പെടെ എല്ലാവരും എടുത്ത വ്രതത്തിന്റെ ഒരു അനുസ്മരണം എന്ന രീതിയിലാണ് നമ്മളും ഈ വ്രതം എടുക്കുന്നത്. അത് ഈ തുലാമാസത്തിലെ ഷഷ്ടി ദിനത്തിലാണ് ഈ ശൂരപത്മാസുരനെ വധിച്ചത് എന്നാണ് നമുക്ക് പുരാണങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ മധ്യാഹ്നത്തില്, ഷഷ്ടി ദിവസം മധ്യാഹ്നത്തോട് കൂടിയിട്ട്. അതുകൊണ്ടാണ് ഈ തുലാഷഷ്ടി നമ്മൾ ഇത്ര ഗംഭീരമായിട്ട് ആചരിച്ചു വരുന്നത്. അത് പല പ്രകാരത്തിൽ ആചരിക്കുന്നവരുണ്ട് കേട്ടോ. ശരിക്കും ഈ പ്രഥമ മുതൽക്ക് 6 ദിവസത്തെ 6ാമത്തെ ദിവസം വരെയും ഏതാണ്ട് ഒരു വ്രത നിഷ്ഠയോടുകൂടി തന്നെ അങ്ങനെ എടുക്കുന്നവരുണ്ട്. അതല്ല എങ്കിൽ പഞ്ചമി ദിവസം വ്രതം എടുത്തിട്ട് 2-3 പ്രകാരമുണ്ട്. അപ്പൊ പഞ്ചമി ദിവസം മാത്രം വ്രതം എടുത്ത് ഷഷ്ടി ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ട് പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മധ്യാഹ്നത്തിന്റെ, അല്ലെങ്കിൽ മധ്യാഹ്നം എന്ന് പറഞ്ഞൂടെ, എന്തായാലും ഉച്ചപൂജയോട് കൂടിയിട്ട് ആ ഭഗവാന്റെ തീർത്ഥം സേവിച്ച് പ്രസാദം ഭുജിച്ച് അങ്ങനെ വ്രതം അവസാനിപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ ഷഷ്ടി ദിനത്തിൽ പൂർണ്ണമായിട്ടും വ്രതം ഇരിക്കുന്ന സമ്പ്രദായവുമുണ്ട്. അപ്പൊ കേരളത്തിന്റെ തന്നെ പല ദിക്കുകളില്, ഇപ്പോ വടക്കൻ കേരളത്തിലൊരു സിസ്റ്റം ആയിരിക്കാം, മധ്യ കേരളത്തിലൊരു സിസ്റ്റം ആയിരിക്കാം, തെക്കോട്ടേക്ക് എത്തുമ്പോൾ മറ്റേ ഇതിൽ തന്നെ ഒരേ ദിക്കിൽ തന്നെ. ഇപ്പൊ പലരോടും സംസാരിക്കുമ്പോ അയ്യോ ഇങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ലേ വ്രതം എടുക്കേണ്ടത്, ഷഷ്ടി വ്രതം ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ പല സമ്പ്രദായങ്ങളുണ്ട്. ഏതിനെയാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിനെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഏതാണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് ചെയ്യുക. എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉള്ളവര് 6 ദിവസത്തെ വ്രതമൊന്നും അവർക്ക് പറ്റില്ല. വ്രതം എന്ന് പറയുമ്പോഴേക്കും പൂർണ്ണമായിട്ട് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യേണ്ടവർക്ക്. അതല്ലെങ്കിൽ ഇപ്പോ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ചിട്ട്, അതല്ലെങ്കിൽ അരിഭക്ഷണവും തീർത്തും ഒഴിവാക്കിയിട്ട് പഴങ്ങൾ കഴിച്ചിട്ട്, എന്തുതന്നെ ആയാലും അതൊരു ഈശ്വര ചിന്തയോട് കൂടിയിട്ട് ഒരു നല്ലൊരു ലക്ഷ്യം കൈവരിക്കാനായിട്ട് ഒക്കെയാണ് ഈ ഷഷ്ടി വ്രതം എടുക്കുന്നത്. അപ്പോ ഈ സ്കന്ദന്, അപ്പോ പാർവതീദേവിയും ദേവന്മാരും 2 ഉദ്ദേശത്തിലാണ് 2 പേരും വ്രതം എടുക്കുന്നത്. പാർവതീദേവിയെ സംബന്ധിച്ച് എന്റെ മകന് ആപത്തൊന്നുമില്ലാതെ അവൻ ജയിച്ചു വരണം എന്നുള്ളതാണ് ദേവിയെ സംബന്ധിച്ചിട്ട്. അപ്പൊ ഇതേ ആഗ്രഹത്തിന് വേണ്ടി സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട്, സന്താനങ്ങൾ ഉണ്ടാകുന്നതിനും സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും അച്ഛനമ്മമാര് വ്രതമെടുക്കുന്ന ഈ പാർവതി ദേവി ചെയ്ത അതേ പ്രകാരത്തില്. പിന്നെ അത് കൂടാതെ ദേവന്മാരെ സംബന്ധിച്ച് അവർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങൾ മുഴുവൻ തിരിച്ചു പിടിക്കണം. ദേവലോകത്തെ വീണ്ടും ദേവേന്ദ്രനെ സംബന്ധിച്ച് ആ ദേവ രാജാവാകണം. അങ്ങനെ ദേവന്മാർക്ക് മുഴുവൻ തന്റെ ഈ അന്യനെ സേവിക്കുക എന്നുള്ള അതിൽ നിന്നും അവനവന്റേത് എന്താണോ അവനവന്റെ നിലയിലേക്ക് എത്തണം എന്നുള്ള അങ്ങനെ ആഗ്രഹം. അപ്പൊ ഓരോരുത്തർക്കും എന്താണോ നല്ല ലക്ഷ്യങ്ങളുള്ളത് ആ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാനായിട്ട്, ചിലർക്ക് ശക്തിയായിരിക്കാം, ധനമായിരിക്കാം, ഐശ്വര്യം, എന്തുതന്നെയായാലും നല്ല ലക്ഷ്യങ്ങൾ എന്ത് തന്നെയായാലും അത് നേടിയെടുക്കുന്നതിന് വിശിഷ്യ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മമാര് ചെയ്യുന്നതാണ് ഈ ഷഷ്ടി വ്രതം. അപ്പോൾ എന്തായാലും തുലാമാസത്തിലെ ഷഷ്ടിയാണ് നമ്മൾ കേരളത്തിലെ സ്കന്ദ ഷഷ്ടിയായിട്ട് ആചരിക്കുന്നത്. വളരെ സന്തോഷം. ഒരു എന്താ പറയാ, പൂർണ്ണമായിട്ടൊരു
പൂർണ്ണ രൂപേണ ഒരു കഥ കേൾക്കുന്ന രീതിയിലാണ് ഇത് കേട്ടിരുന്നത്. നമ്മളിത് വളരെ ചുരുക്കിയാണ് പറയുന്നത് കേട്ടോ. അതെ അതെ അതെ. ഇതിന്റെ ഇടയിലൊക്കെ ഉപകഥകൾ ഒരുപാട് വരും. ഓരോ രീതിയിലും ഓരോ എക്സ്പ്ലനേഷൻ പല ഭാഗങ്ങളുണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഈ പറയുന്ന മുരുകഭവൻ എല്ലാവർക്കും ആരാധിക്കാനും അതിനും അപ്പുറം ഇന്ന് സൗത്ത് ഇന്ത്യയില് തമിഴ്നാട് സ്റ്റേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് മുരുകനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്. സോ മുരുകൻ വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു മൂർത്തിയാണ്. അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി പല സംഭവങ്ങളും ആൾക്കാർ ചെയ്തു പോകുന്നുണ്ട്. ഈ പറയുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വിളക്ക് വെക്കുക, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ എല്ലാവർക്കും മുരുകന്റെ ഈ പറയുന്ന സ്കന്ദഷഷ്ടി വ്രതം എടുക്കാൻ കഴിയട്ടെ. അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.